അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രവാസികൾക്ക് കൊടുത്തു വിടുന്ന രീതിയിലുള്ള ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബീഫ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഇട്ട് നല്ലോണം വരട്ടിയെടുക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് നല്ലോണം കഴുകി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് സവാള, കൊച്ചുള്ളി, മുളക്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്ന ആ ബീഫും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഉപ്പ്, കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നല്ലോണം കൈ വെച്ച് നല്ല രീതിയിൽ അമർത്തി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷം നമ്മൾ കുക്കറിൽ ഒരു 12-13 വിസിലെങ്കിലും കേൾക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വെന്ത ഈ ഒരു ബീഫിനെ പോലെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇരുമ്പ് ചട്ടി, അയൺ പാത്രമാണ് കേട്ടോ, അയൺ ചട്ടിയിലോട്ട് ഇടുവാണ്. എന്നിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ അതവിടെ തീയിൽ കിടന്ന് വെന്ത് നല്ല വരണ്ട് വരണം, നല്ല വരട്ടിയെടുക്കണം എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാലാസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കുരുമുളകോ മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം. ഓരോ ടൈമിലും അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ മാറി മാറി വരും. അത് തന്നെ നല്ല രസമല്ലേ, നല്ല ടേസ്റ്റും ആണ്. ഇത് കഴിച്ചവർക്ക് അറിയാം. അപ്പോൾ ഇത് ഒരുവിധം വരണ്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കറിവേപ്പില ഇതിലൂടെ ആഡ് ചെയ്യാം. വീണ്ടും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മളിത് ഗൾഫിൽ കൊടുത്തു വിടുന്ന രീതിയിലാണെങ്കിൽ ഇതിൽ മല്ലിയില ഒന്നും ആഡ് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു ഈ ഒരു ഫോമിലൊക്കെ ആകുമ്പോൾ തണുത്ത് പാക്ക് ചെയ്താണ് വിടുന്നത്. ബാക്കി അവർ അവിടെ കൊണ്ടുപോയി കഴിക്കുമ്പോഴാണ് മല്ലിയിലയൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലത്തേക്ക് ആയതുകൊണ്ട് മല്ലിയിലയും കൂടി ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ ഒരു ഫോമിൽ നല്ലതായിരിക്കും. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കപ്പയുടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. നമ്മളതൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ബൈ.